Assalamu alaikum. Next chapter, sexual reproduction in flowering plants. പ്ലാന്റ്സിലെ മെയിൻ സെക്സ് ഓർഗൻ എന്താണ്? ഫ്ലവേഴ്സ് ആണ്. ഒരു ഫ്ലവറിൽ കംപ്ലീറ്റ് ഫ്ലവറിൽ 4 വേർഡ്സ് ആണ് ഉണ്ടാവുക. 4 വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗൈരീഷ്യം, ആദൃശ്യം, പെറ്റൽ, സെപ്പൽ. ഈ 4 വേർഡും കംപ്ലീറ്റ് ആയ ആന്തരിഷ്യം, ദൃശ്യം, ഗൈനീഷ്യം, പെറ്റൽ, സെപ്പൽ. ഈ 4 വേർഡ് ആയി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫ്ലവർ ആയി. ഇനി ആന്തരിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ആന്തരിഷ്യം എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ആ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്തൊക്കെയാണുള്ളത്? ഒരു ഫിലമെന്റ്, ഒരു ആന്തർ. ഇതാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇനി ഈ ആന്തറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ ആന്തർ എപ്പോഴും ബൈലോബ്ഡ് ആണ്. ആന്തർ എപ്പോഴും ബൈലോബ്ഡ് ആണ്. 2 ലോബുകളുണ്ട് ആന്തറിന്. ബൈലോബ്ഡ് ആണ് ആന്തർ. ഇതിനെ കണക്റ്റീവ് ചെയ്തിരിക്കുന്ന ഈ ടിഷ്യൂവിന് പറഞ്ഞാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഓരോ ലോബിലും ഓരോ മൈക്രോസ്പൊറാഞ്ചിയവും ഉണ്ടാവും. ഓരോ ലോബിലും ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് മൈക്രോസ്പോർസ് ഉണ്ടാവും. ഓരോ മൈക്രോസ്പോർസും എന്തായിട്ട് മാറും? ഓരോ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ഇനി ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന് ചുറ്റോളം 4 ലെയർ ആണുള്ളത്. ഫസ്റ്റ് ലെയർ ലെയറാണുള്ളത്. അതിൽ ഫസ്റ്റ് ലെയറിനെ പറഞ്ഞാണ് എപ്പിഡെർമിസ്. സെക്കൻഡ് ലെയർ എൻഡോത്തീസിയം. ഫസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, സെക്കൻഡ് ലെയർ endothelium, third layer middle layer. അത് 1 to 3 layers ഉണ്ടാവും മിഡിൽ ലെയർ. ഫോർത്ത് ലെയർ ടെപ്പീറ്റം. ഈ ടെപ്പീറ്റം എന്ന് പറയുന്നത് ന്യൂറിഷ്മെന്റ്, മൈക്രോസ്പോർസിനുള്ള ന്യൂറിഷ്മെന്റ് കൊടുക്കുന്ന ലെയറാണ്. ബാക്കി 3 ലെയറും പ്രൊട്ടക്റ്റീവാണ്. ഈ 2 ലെയർ ഡെഹിസെൻസിൽ ഇത് പൊളിയാൻ സഹായിക്കുന്ന ലെയറാണ്. മെച്ചുർ ആകുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മൈക്രോസ്പോറാഞ്ചിയം ഒന്നായിട്ട് ഒരു പോളൻ സാക്കായിട്ട് മാറും. എന്താ ഞാൻ പറഞ്ഞത്? ആദ്യം ആന്തർ എന്ന് പറഞ്ഞത് ബൈലോബ്ഡ് ആണ്. 2 ലോബുകളുണ്ട്. നമ്മളിങ്ങനെ കാണാറുണ്ട് ആന്തർ അല്ലേ? ഇങ്ങനെയുള്ള ആന്തർ ഷേപ്പ്. 2 ലോബുണ്ട് ആന്തർ. അതിനെ കട്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണിത്. അതിനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണത്. ആ കട്ട് ചെയ്ത സ്ട്രക്ചറിനകത്ത് എത്ര ലെയർ ഉണ്ട്? ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ചുറ്റോളം 4 ലെയേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ലെയറിന് പറയുന്ന പേരാണെന്ത്? എപ്പിഡെർമിസ്. സെക്കൻഡ് ലെയറിന് എൻഡോത്തീസിയം.
തേർഡ് ലെയറിന് മിഡിൽ ലെയർ, ആൻഡ് ലാസ്റ്റ് ഫോർത്ത് ലെയറിന് പറയുന്ന പേരാണ് എന്ത്? ടെപ്പീറ്റം. എപ്പിഡെർമിസ്, endothelium, middle layer, tapetum. ഇനി ഓരോ മൈക്രോസ്പൊറാഞ്ചിയവും മെച്ചുറായി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച് എന്തായിട്ട് മാറും? പോളൻ ഗ്രെയിൻസിനെ പോളൻ സാക്കായിട്ട് മാറും. അപ്പോൾ ഒരു ആങ്കറിനകത്ത് എത്ര മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാകും? 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാകും. ആ 4 മൈക്രോസ്പൊറാഞ്ചിയം മെച്ചുർ ആവുന്ന സമയത്ത് എന്തായിട്ട് മാറും? 2 പോളൻ സാക്സ് ഉണ്ടാകും. ഇതിലുള്ള ഓരോ സ്പോർസും അല്ലെങ്കിൽ ഓരോ മൈക്രോസ്പോർസും എന്താണ്? മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഇതിൽ ഒരുപാട് സെൽസ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ലെയർ പറഞ്ഞ് ഫസ്റ്റ് ലെയർ ഓഫ് ടിഷ്യൂന്ന് പറയുന്നത് എപ്പിഡെർമിസ്, സെക്കൻഡ് ലെയർ ഓഫ് ടിഷ്യൂ എൻഡോത്തീസിയം, 1 to 3 ലെയർ മിഡിൽ ലെയർ ഉണ്ടാവും. ഈ 3 ലെയറും പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ലാസ്റ്റ് ലെയർ ആണ് ടെപ്പീറ്റം. അത് ഈ മൈക്രോസ്പോർസിനെ ന്യൂറിഷ്മെന്റ് കൊടുക്കുന്ന ലെയർ ആണ് ടെപ്പീറ്റം. ഈ 3 ലെയറും ഇതിനെ ഡിസൈൻ ചെയ്യാനും മെച്ചുറായ സമയത്ത് ഡിസൈൻ ചെയ്യാനും സഹായിക്കുന്ന ലെയറാണ് ഈ 3 ലെയർ. മെച്ചുറായി കഴിഞ്ഞാൽ ഇതിലെ ഓരോ സെൽസും, ഇതിൽ ഓരോ മൈക്രോസ്പോർ മദർ സെൽസും എന്തായിട്ട് മാറും? മൈക്രോസ്പോർസ് ആയിട്ട് മാറും. ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഹയർ ഓർഗാനിസം ആൻജിയോസ്പോംസ് എല്ലാം ഡിപ്ലോയിഡ് ആണ് അല്ലേ? അപ്പൊ ഇതിലത്തെ ആന്തരീക്ഷത്തിലത്തെ സെൽസും എന്താണ്? ഡിപ്ലോയിഡ് ആണ്. എപ്പോഴാണ് ഗാമേറ്റ്സ് ഫോർമേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? ഗാമേറ്റ് ഫോർമേഷൻ സമയത്ത് അവിടെ മിയോസിസ് നടന്നിട്ട് അവർ ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞ സെല്ല്, ഈ ഓരോ മൈക്രോസ്പോർസിനകത്തും ഒരുപാട് സെൽസ് ഉണ്ട്. ആ ഓരോ സെൽസും എന്തായിരുന്നു? ആദ്യം ഒരു ഡിപ്ലോയിഡ് സെല്ലായിരുന്നു. മൈക്രോസ്പോർ മദർ സെൽ എന്തായിരുന്നു? ഡിപ്ലോയിഡ് സെല്ലായിരുന്നു. ആ ഡിപ്ലോയിഡ് സെല്ല് മിയോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ഹാപ്ലോയിഡ് പിന്നെന്താ? അത് ഡിവിഷൻ. ഫസ്റ്റ് മിയോസിസ് നടന്ന് സെക്കൻഡ് മിയോസിസ് നടക്കുമ്പോൾ എന്തായിട്ട് മാറും? ഒരു 4 സെൽസ് ആയിട്ട് മാറും. ഈ ഓരോ 4 സെൽസും, ഇതിലത്തെ ഓരോ സെൽസും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഒരു ഡിപ്ലോയിഡ് സെല്ല് ഫസ്റ്റ് മിയോസിസ് നടന്ന് 2 ഉണ്ടായി. പിന്നെ അത് എന്താ? ടെട്രാഡായി. അതിലെ ഓരോ സെൽസും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഇനി ആ ഓരോ ഹാപ്ലോയിഡ് സെല്ലിൽ നിന്ന് ഒരു ഹാപ്ലോയിഡ് സെൽ അല്ലെങ്കിൽ ഒരു മൈക്രോസ്പൊറാഞ്ചോജെനസിസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോർ മദർ സെൽ എന്തായിട്ട് മാറുകയാണ്? മൈക്രോസ്പോർസ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് സെല്ലായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനസിസ്. എന്താണ് മൈക്രോസ്പോറോജെനസിസ്? മൈക്രോസ്പൊറാഞ്ചിയം എന്താണെന്ന് മനസ്സിലായില്ലേ? മൈക്രോസ്പോറോ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്പോർസിനെ എല്ലാം മദർ സെൽസിനെ എല്ലാം ക്യാരി ചെയ്യുന്ന സാക്കിനെ പറഞ്ഞാണ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയം പിന്നീട് ജോയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? പോളൻ സാക്സ് ആയിട്ട് മാറും. ഈ പോളൻ സാക്സിനകത്തുള്ളത് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ. ഇതാണ് ഇതിനകത്തുള്ളത്.
ഇതിന് പോളൻ സാക്കിനകത്തുള്ളത്. ഈ പോളൻ മദർ സെൽ മൈക്രോസ്പോർസ് ആയി മാറുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ്. ഈ പോളൻ മദർ സെൽ മൈക്രോസ്പോറായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? മൈക്രോസ്പോറോജെനസിസ്. നമ്മൾ പറഞ്ഞു ആന്ത്രിഷ്യം എന്ന് പറയുന്നത് ഒരു ഫിലമെന്റും ഒരു ആന്ത്രും കൂടിയതാണെന്ത്? ആന്ത്രിഷ്യം. ഇനി ആ ആന്ത്രിഷ്യം ബൈലോബിഡാണ്. ഓരോ ലോബിലും 2 ചാമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ 4 ചാമ്പേഴ്സ്, ടെട്രാ ചാമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ഫുള്ളി കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിന് 4 ലെയേഴ്സ് അതിൻ്റെ ഔട്ടർ കവറിങ് ഉണ്ടാവും. ഫസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, സെക്കൻഡ് ലെയർ എൻഡോത്തീസിയം, 1 to 3 ലെയർ എന്തുണ്ടാവും? മിഡിൽ ലെയർ ഉണ്ടാവും, ലാസ്റ്റ് ലെയർ ടെപ്പീറ്റം. ആ ടെപ്പീറ്റത്തിൻ്റെ ഉള്ളിലാണ് എന്ത്? മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവുക. ആ മൈക്രോസ്പൊറാഞ്ചിയ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? പോളൻ സാക്സ് ആയിട്ട് മാറും. പോളൻ സാക്സ് ആണ് പോളൻ ഗ്രെയിൻസിനെ സൂക്ഷിക്കുന്ന സഞ്ചി. പോളൻ സാക്സ് ആണ്. ഇനി ഓരോ മൈക്രോസ്പോർ, അതിനുള്ളിലത്തെ ഓരോ സെല്ലും എന്താണ്? മൈക്രോസ്പോർ മദർ സെല്ലാണ്. ആ മൈക്രോസ്പോർ മദർ സെൽ എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അത് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ്. ഇത്രയും വരെ ക്ലിയർ ആയില്ലേ? ഇനി ഓരോ മൈക്രോസ്പോർസും ഹാപ്ലോയിഡ് ആണ് പറഞ്ഞു. അതിലൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടാവും. ഇതിൽ പിന്നെയും ഒരു ഡിവിഷൻ നടക്കുന്നുണ്ട്. പിന്നെയും ഡിവിഷൻ നടന്നിട്ട് ഇതിലൊരു ചെറിയ സെല്ല്, ഒരു വലിയ സെല്ലും, ഇതിൻ്റെ ഔട്ടർ കവറിങ്ങും, ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് പോളൻ ഗ്രെയിൻസ്. ഔട്ടർ കവറിങ് കുറച്ച് ഹാർഡാണ്. ആ ഹാർഡായ ഔട്ടർ കവറിങ് എക്സൈൻ എന്ന് പറയുന്നു. ഔട്ടർ കവറിനെ പറയുന്ന പേരാണെന്ത്? എക്സൈൻ. ഇന്നർ കവറിങ് കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, ഇൻഡൈൻ. ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിനിലെ 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചെറിയ സെല്ല് ന്യൂക്ലിയസ് ഉണ്ടാവും, ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടാവും. അതെന്താണ്? ജനറേറ്റീവ് സെല്ലാണ്. വലിയ സെല്ല് ന്യൂറിഷ്മെന്റ് കൊടുക്കുന്ന സെല്ല്. ഈ ജനറേറ്റീവ് സെല്ലിന് വളരാൻ ന്യൂറിഷ്മെന്റ് കൊടുക്കുന്ന സെല്ലായതുകൊണ്ട് ഇത് വെജിറ്റേറ്റീവ് സെല്ലാണ്. ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ, അതിൻ്റെ ഔട്ടർ കവറിങ് ഹാർഡാണ്, എക്സൈൻ. ഇന്നർ കവറിങ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, ഇൻഡൈൻ. ഇതിനുള്ളിനകത്ത് 2 സെല്ലാണ് ഉണ്ടാവുക. ഒന്ന് ജനറേറ്റീവ് സെല്ല്, ഒന്ന് വെജിറ്റേറ്റീവ് സെല്ല്. ഇനി എക്സൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപോളനിൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇത് റെസിസ്റ്റൻസ് ചെയ്യും, ഓർഗാനിക് മെറ്റീരിയൽ. അന്തരീക്ഷത്തിലെ ഓർഗാനിക് സബ്സ്റ്റൻസുമായിട്ട് ഇത് റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ പോളൻ ഗ്രെയിൻസ് നമുക്ക് ലിവിങ് ഫോസിൽസ്, ഒരു ഫോസിലിനെ പ്രിസർവ് ചെയ്തിരിക്കുന്ന പോലെ ഈ സ്പോറോപോളനിൻ എന്ത് ചെയ്യും? ഓർഗാനിക് മെറ്റീരിയലുമായിട്ട് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ പോളൻ ഗ്രെയിൻസ് നമുക്ക് ലിവിങ് ഫോസിൽസ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ഈ സ്പോറോപോളനിൻ്റെ പ്രസൻസ് കാരണം. സ്പോറോപോളനിൻ്റെ പ്രസൻസ് കാരണം ഇതിനെ എന്ത് പറയുന്നു? ലിവിങ് ഫോസിൽസ് എന്ന് പറയുന്നു. ഹാർഡായിട്ടുള്ള ഭാഗമാണ് എന്ത്? എക്സൈൻ. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇൻഡൈൻ. സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇൻഡൈൻ. ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് പെക്റ്റിൻ, സെല്ലുലോസ്. ഈ 2 മെറ്റീരിയൽ കൊണ്ടാണ് ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു ചെറിയ ഭാഗത്ത് എന്തില്ല? സ്പോറോപോളനിൻ ഇല്ല. സ്പോറോപോളനിൻ ഇല്ലാത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? ജേം പോർ. എന്തൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ? എന്താണ് ആന്ത്രിഷ്യം? ആന്ത്രിഷ്യം എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് മേന്ദ്രം കൂടിയതാണ്. ഒരു ആന്ത്രിഷ്യത്തിന് അല്ലെങ്കിൽ ഒരു ആന്തർ എന്താണ്? ബൈലോബിഡാണ്. ആ ബൈലോബിഡായിട്ടുള്ള
ഓരോ ലോബിലും 2 ചാമ്പേഴ്സ് ഉണ്ടാവും. ആ 2 ചാമ്പേഴ്സിനെ പറയുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം. ആ മൈക്രോസ്പൊറാഞ്ചിയത്തിന് കവർ ചെയ്തിട്ട് 4 ലെയർ ഉണ്ട്. ഫസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടെപ്പീറ്റം. ടെപ്പീറ്റം നോറിഷ്മെൻറ്റ് ലെയറാണ്. ഇനി ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയം കംപ്ലീറ്റ്ലി ഡെവലപ്പായി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഓരോ ഭാഗത്തെയും 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ആ 4 ഭാഗത്തെയും 2 ജോയിൻറ്റിൻ്റെയും പോളൻ സാക്കായി മാറും. കണക്റ്റീവ് ടിഷ്യൂ ഇല്ലാത്ത മറ്റുള്ള 2 ഭാഗത്തിൻ്റെയും പോളൻ സാക്കായി മാറും. ഈ പോളൻ സാക്കിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ പോളൻ ഗ്രെയിൻസും എന്താണ്? പോളൻ മദർ സെല്ലായിരുന്നു ആദ്യം. ആ പോളൻ മദർ സെൽ മൈക്രോസ്പോർസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ മൈക്രോസ്പോറായിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. അത് ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുകയാണ്. ഇനി ഓരോ ഹാപ്ലോയിഡ് സ്പോർസും അതിലും അവിടെ ഡിവിഷൻ നടന്നിട്ട് ഒന്ന് ജനറേറ്റീവ് സെല്ല്, ഒന്ന് വെജിറ്റേറ്റീവ് സെല്ല്. ഇനി ഔട്ടർ കവറിങ് ഹാർഡാണ്, കുറച്ച് സ്റ്റിക്കിയാണ് ഔട്ടർ കവറിങ്. അതിന് എക്സൈൻ എന്ന് പറയുന്നു. എക്സൈൻ എന്ത് കൊണ്ടുണ്ടാക്കിയേക്കുന്നത്? സ്പോറോപോളൻ കൊണ്ടുണ്ടാക്കിയത്. സ്പോറോപോളൻ ഓർഗാനിക് മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള കാരണം അതിന് ലിവിങ് ഫോസിൽസ് എന്ന് പറയുന്നു. പ്രിസർവ് ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്തിന്? സ്പോറോപോളനെ. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് നമുക്ക് ലിവിങ് ഫോസിൽസ് എന്ന് പറയാം. ഇനി ഇൻഡൈൻ സ്മൂത്താണ്, അതിനെ പെക്റ്റിൻ സെല്ലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം ഓരോ പോളൻ ഗ്രെയിൻസിലും സ്പോറോപോളനും ഇല്ലാത്ത ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ജേം പോർ. ഇതിൽ കൂടെയാണ് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് മെയിൽ ഗാമീറ്റ്സിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ്, പോളൻ വയബിലിറ്റി. എന്താണ് പോളൻ വയബിലിറ്റി? ദി പീരീഡ് ഓഫ് വിച്ച് ദ പോളൻ ബിക്കംസ് പോളൻ ഫങ്ഷൻ ആവുന്ന പീരീഡ്, അതിന് പറയുന്നതാണ് പോളൻ വയബിലിറ്റി. ഇനി പോളൻ വയബിലിറ്റി എല്ലാ സ്പീഷീസിനും ഒരുപോലെയല്ല. ചില സ്പീഷീസിന് 30 മിനിറ്റ് മാത്രമേ പോളൻ വയബിൾ ആകുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ ആവാൻ ടൈമും അത് 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നെല്ല്, ഗോതമ്പ് അത്തരം ധാന്യങ്ങളിലൊക്കെ 30 മിനിറ്റാണ് അതിൻ്റെ വയബിൾ ആവുന്നത്. ചില സ്പീഷീസിലാണെങ്കിൽ മാസങ്ങളോളം വയബിളാണ്. ലെഗുമിനസ് പ്ലാന്റ്സ്, പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് ലെഗുമിനസ് പ്ലാന്റ്സ്, അതിലൊക്കെ പോളൻ വയബിൾ മാസങ്ങളോളം വയബിളാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, പോളൻ ബാങ്ക്. എന്താണ് ബാങ്ക്? നമ്മൾ സാധാരണ ബാങ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പൈസ ട്രാൻസ്ഫർ ചെയ്യാനും പൈസ എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെയാണ് ബാങ്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻസിനെ ഒരുപാട് കാലങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പോളൻ ബാങ്ക്. ഒരുപാട് വെറൈറ്റി സ്പീഷീസിൻ്റെ പോളൻ ഗ്രെയിൻസിനെ മറ്റുള്ള രാജ്യങ്ങൾക്ക് കയറ്റി അയക്കാനും അത് സൂക്ഷിക്കാനും സംരക്ഷിക്കാനാണ് പോളൻ ബാങ്ക്. എങ്ങനെയാണ് പോളൻ ബാങ്കിൽ സൂക്ഷിക്കുന്നത്? ലിക്വിഡ് നൈട്രജനിലെ -196 അതിനെ പോളൻ ഗ്രെയിൻസിനെ സൂക്ഷിക്കണം. ലിക്വിഡ് നൈട്രജനിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റും. സ്പേംസിനെയും മെയിൽ ഗാമീറ്റ്സിനൊക്കെ സൂക്ഷിക്കാറില്ലേ? ഹ്യൂമൻ ബീങ്സിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊക്കെ നടക്കുന്നില്ലേ? അതെല്ലാം ഇതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻസിനെ സൂക്ഷിക്കുന്നതാണ് പോളൻ ബാങ്ക്. നെക്സ്റ്റ്, പോളൻ അലർജി. എന്തായിരിക്കും പോളൻ അലർജി? പോളൻ ഗ്രെയിൻസ് കൊണ്ട് അല്ലെങ്കിൽ പൂമ്പൊടി കൊണ്ട് ഒരുപാട് അലർജറ്റിക് പ്രോബ്ലംസും ലങ്സ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് പോളൻ അലർജി. നെക്സ്റ്റ്, പോളൻ പ്രോഡക്ട്സ്. എന്തൊക്കെ പോളൻ പ്രോഡക്ട്സ് ഉണ്ട്? സിറപ്പായിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും ഫോറിൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഫുഡ് സപ്ലിമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സപ്ലിമെൻ്റ് കഴിക്കുമ്പോൾ അത്ലറ്റ്സിനും അതേപോലെ തന്നെ റേസസ് ഹോഴ്സിനൊക്കെ കുറച്ചും കൂടി പെർഫോമൻസ് കൂട്ടാൻ പറ്റാറുണ്ട്. ഇതൊരു ഫാഷനായിട്ടും യൂറോപ്യൻ കൺട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് സിറപ്പായിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടൊക്കെ. ഇത്രയാണ് നമുക്ക് ഈ പോളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ.